പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന അപ്ഡേറ്റ് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യനായ റോമൻ റീൻസ്, കോഡി റോഡ്സ് എന്ന നിലവിലെ റോയൽ റംബിൾ വിന്നർ തുടങ്ങിയവർക്ക് ഓവർ പുഷാണോ ലഭിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ആദ്യം നമുക്ക് കോഡി റോഡ്സിൻ്റെ ഒരു കാര്യം നോക്കാം. കോഡി റോഡ്സ് രണ്ടാമത്തെ തവണ തുടർച്ചയായി മെൻസ് റോയൽ റംബിൾ വിജയിക്കുന്നു. ഈ ഒരു റിസൾട്ട് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് ആരാധകർ കോഡി റോഡ്സിന് ഓവർ പുഷാണ് ലഭിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മുന്നത്തെ WWE ക്യാരക്ടറായ സ്റ്റാർ ഡസ്റ്റ്, അതുപോലെ തന്നെ ഡാഷിംഗ് കോഡി റോഡ്സ് തുടങ്ങിയ ജോബർ മിഡ് കാർഡ് ലെവലിലുള്ള ആ ഒരു ക്യാരക്ടറുകൾ വെച്ചിട്ടാണ് നിലവിലെ കോഡി റോഡ്സിനെ ആളുകൾ കമ്പയർ ചെയ്യുന്നത്. അവിടെ നിന്ന് റിലീസ് വാങ്ങിപ്പോയ കോഡി റോഡ്സ് നീണ്ട വർഷം ROHയിലും ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലും പിന്നീട് AEWയിലുമൊക്കെ വർക്ക് ചെയ്തിട്ടാണ് അമേരിക്കൻ നൈറ്റ്മെയർ എന്ന ക്യാരക്ടറോട് കൂടി WWEയിലേക്ക് തിരികെ വന്നത്. ഇവിടെ വന്നതിന് ശേഷം ഒരു ഫേസ് ഓഫ് ദി കമ്പനി എന്നുള്ള ഒരു പരിഗണന തന്നെയാണ് നിലവിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തുടർച്ചയായി രണ്ടാമത്തെ വട്ടവും കോഡി റോഡ്സിന് മെൻസ് റോയൽ റംബിളിൽ വിജയിക്കാൻ സാധിച്ചത്. അപ്പോൾ കഠിന പ്രയത്നം ചെയ്തിട്ട് തന്നെയാണ് ഒരു മെയിൻ ഇവൻറ്റ് പിക്ചറിലേക്ക് കോഡി റോഡ്സ് കയറി വന്നിട്ടുള്ളത്. 2024 മെൻസ് റോയൽ റംബിളിൽ കോഡി റോഡ്സ് വിജയിക്കാൻ കൃത്യമായ കാരണങ്ങളുണ്ട്. ഇപ്പോൾ കോഡി റോഡ്സ് വിജയിച്ചില്ല എന്ന് നിങ്ങൾ കരുതുക. വിജയിക്കുന്ന റെസ്ലർ CM പങ്ക് ആണെന്ന് നിങ്ങൾ കരുതുക. CM പങ്ക് സെത്തിനെ ചലഞ്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ റോമൻ റീൻസിനെ ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള സൂപ്പർ സ്റ്റാർസിൽ ആരായിരിക്കും റെസ്ൽമേനിയ 40 ചലഞ്ച് ചെയ്യുക എന്നുള്ള വലിയൊരു സംശയം ബാക്കിയുണ്ട്. റോക്ക് ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് റോക്കിൻ്റെ പേര് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ കോഡി റോഡ്സിൻ്റെ പേരാണ് എല്ലാവരും പറയുക. കോഡി റോഡ്സ് ആണ് സ്റ്റോറി ലൈൻ പ്രകാരം റോമൻ റീൻസിന് കൃത്യമായിട്ടുള്ള ഒരു എതിരാളി. കൃത്യമായി സ്റ്റോറി ഫിനിഷ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് അദ്ദേഹമാണ്. അപ്പോൾ കോഡി റോഡ്സിനെ എങ്ങനെ റോമൻ റീൻസുമായി കണക്ട് ചെയ്യിപ്പിക്കും? കോഡി റോഡ്സ് ആണെങ്കിൽ റോ ബ്രാൻഡിലാണ് ഉള്ളത്. റോമൻ റീൻസ് ആണെങ്കിൽ സ്മാക്ഡൗണിൻ്റെ ചാമ്പ്യനാണ്. അപ്പോൾ രണ്ട് വ്യത്യസ്ത ബ്രാൻഡുകളിൽ നിൽക്കുന്ന രണ്ട് റെസ്ലേഴ്സിനെ എങ്ങനെ സ്റ്റോറി ലൈൻ പ്രകാരം കണക്ട് ചെയ്യിപ്പിച്ച് മത്സരത്തിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു കോംപ്ലിക്കേഷനാണ് മുന്നിലുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമാണ് റോയൽ റംബിളിൽ കോഡി റോഡ്സിനെ വിജയിപ്പിക്കുക, കോഡി റോഡ്സിനെ അപ്പോൾ തന്നെ റോമൻ റീൻസിനെതിരെ ചലഞ്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ആ ഒരു തീരുമാനമാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. സ്റ്റോറി ലൈൻ പ്രകാരം കൂടുതൽ കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റോമൻ റീൻസിനെ എതിരെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി മാത്രം കോഡി റോഡ്സിനെ ഇന്ന് റോയൽ റംബിളിൽ വിജയിപ്പിച്ചത്. അല്ലെങ്കിൽ എലിമിനേഷൻ ചേംബറിൽ എങ്ങനെയെങ്കിലും കോഡി റോഡ്സിനെ കുത്തിക്കയറ്റിക്കൊണ്ട് ഒരു നമ്പർ 1 കണ്ടൻഡർ മത്സരം വെക്കണം. അതിൽ കോഡി റോഡ്സിനെ വിജയിപ്പിക്കണം, റോമനെതിരെ ചലഞ്ച് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇതിനേക്കാൾ വലിയൊരു പഴി ക്രിയേറ്റീവ് ടീം കേൾക്കേണ്ടി വരും. അതിനേക്കാൾ എത്രയോ സുന്ദരമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ മാർഗ്ഗമാണ് ഇന്ന് കോഡി റോഡ്സിനെ റോയൽ റംബിൾ വിജയിപ്പിക്കുന്നതിലൂടെ ക്രിയേറ്റീവ് ടീം സ്വീകരിച്ചത് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് സ്റ്റോറി ലൈൻ പ്രകാരവും റെസ്ൽമേനിയയിൽ കൃത്യമായിട്ടുള്ള ഒരു എൻഡിങ് റോമൻ റീൻസിൻ്റെ സ്ട്രൈക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കോഡി റോഡ്സിനെ അവർ തുടർച്ചയായി രണ്ടാമത്തെ വട്ടവും മെൻസ് റോയൽ റംബിളിൽ വിജയിപ്പിച്ചു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഓവർ പുഷ് അല്ല. ഓവർ പുഷ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് നീണ്ട ഒരു ചാമ്പ്യൻഷിപ്പ് റണ്ണൊന്നും നിലവിൽ കിട്ടിയിട്ടില്ല. കാരണം കോഡി റോഡ്സ് ഇതിനിടയിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പൊക്കെ വിജയിച്ച് പെട്ടെന്ന് തന്നെ ഡ്രോപ്പ് ചെയ്ത ഒരു റെസ്ലർ കൂടിയിട്ടാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കൃത്യമായ സ്റ്റോറി ലൈനുകൾ തന്നെയാണ് കോഡി റോഡ്സിന് ഇത്രയുമുള്ള ഒരു അവസരങ്ങൾ കിട്ടാനുള്ള കാരണം. രണ്ടാമത്തേത് റോമൻ റീൻസിനെ സംബന്ധിച്ചാണ്. നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ റോമൻ റീൻസ് റോയൽ റംബിളിൽ ഫേറ്റൽ ഫോർമേ മത്സരത്തിൽ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഈ ഒരു മത്സരത്തിന് ശേഷം ആളുകൾ റോമൻ റീൻസിനെ കുറ്റം പറയാനുള്ള ഏക കാരണം റോമൻ റീൻസ് വിജയിക്കുന്ന രീതിയെ സംബന്ധിച്ച് തന്നെയാണ്. ബ്ലഡ് ലൈൻ്റെ സഹായമില്ലാതെ റോമൻ റീൻസിന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. റോമൻ റീൻസിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൃത്യമായി ബ്ലഡ് ലൈനിലെ താരങ്ങൾ വന്ന് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു എൻഡിങ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ റോമൻ റീൻസിനെ ഒരു ഹീൽ റെസ്ലറാക്കി കാണിക്കുന്നു. റോമൻ റീൻസിന് ബ്ലഡ് ലൈനിൻ്റെ സഹായമില്ലാതെ അദ്ദേഹത്തിന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് റോമൻ റീൻസ് ഏതെങ്കിലും ഒരു അവസരത്തിൽ, അതായത് ബ്ലഡ് ലൈനിൻ്റെ ഒരു സഹായമില്ലാതെ റോമൻ റീൻസിന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു പോയിന്റ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് റോമൻ റീൻസിൻ്റെ ടൈറ്റിൽ റൺ അവസാനിപ്പിക്കാനാണ് ക്രിയേറ്റീവ് ടീം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുവരെ അദ്ദേഹത്തിൻ്റെ എല്ലാ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിലും എൻഡിങ്ങിൽ സോളോ സിക്കോവയോ ജിമ്മി യൂസോയോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ബ്ലഡ് ലൈനിൻ്റെ ഫാക്ഷനിലുള്ള ആരെങ്കിലോ വന്ന് റോമൻ റീൻസിനെ സഹായിക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണോ തുടങ്ങിയത് അതേ ഒരു രീതിയിൽ തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആവർത്തിച്ചു കൊണ്ടുള്ള ഈ ഒരു എൻഡിങ് കൊടുക്കുന്നത്. പക്ഷേ ആരാധകർക്കിടയിൽ ഇതൊരു ഓവർ പുഷാണ് എന്നുള്ളൊരു അഭിപ്രായത്തിനും ഇപ്പോൾ ഇതൊരു വഴി തുറന്നിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.